എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണോ? കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അത് ഞാൻ എന്റെ ലൈഫിൽ അധികം എക്സാം വരുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു എക്സാം വരുമ്പോഴും ടെൻഷൻ അടിക്കാതെ നിൽക്കുക. അതായത് നമുക്ക് ഇപ്പോ ഒരു 20-ാം തീയതിയാണ് എക്സാം എങ്കിൽ നമ്മളൊരു 15-17 ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, സിലബസും സബ്ജക്ട്സും ഒക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഒരു റിലാക്സേഷൻ കിട്ടും അല്ലെ. അതായത് നമ്മൾ 20-ാം തീയതിയുടെ തലേ ദിവസമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര തിരക്കിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഓർക്കും പണ്ടേ ഇതൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ നമ്മൾ അടുത്ത എക്സാം വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നേരത്തെ പഠിക്കാതെ പ്ലാൻ ചെയ്യുമെങ്കിലും നമുക്കതൊന്നും പറ്റാറില്ല. പക്ഷെ എന്ത് ചെയ്യണം, നമ്മള് ഒരു 5 ദിവസം മുന്നേ എങ്കിലും നമ്മുടെ എക്സാമിന്റെ ഒറിജിനൽ ആ ഡേറ്റിന് കുറച്ച് ദിവസം മുന്നേ എങ്കിലും നമ്മൾ എല്ലാ സിലബസും തീർത്തിട്ട് കൂളായി ഇരിക്കണം. നന്നായിട്ട് ഉറങ്ങണം ഫസ്റ്റ് കേട്ടോ. നന്നായിട്ട് ഉറങ്ങുക, സബ്ജക്ട്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കുക. പക്ഷെ അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പണ്ട് മുതലേ ശീലിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയാ, കാണാതെ പഠിക്കും. എന്ത് സംഭവമാണെങ്കിലും എത്ര ടഫാണെങ്കിലും പോലും നമ്മളത് കാണാതെ പഠിക്കും. പക്ഷെ കാണാതെ പഠിച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വേഗം മറന്നു പോകും. ചിലപ്പോ നമുക്കത് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ കുറച്ച് നാള് കഴിഞ്ഞിട്ട് പിന്നെ ആ സംഭവം നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുമ്പോ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണോ അത് പഠിച്ചത്, അത്ര എഫേർട്ട് എടുത്തിട്ട് തന്നെയായിരിക്കും നമ്മൾ പിന്നെ ആ സംഭവം പഠിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്കിപ്പോ ഒരു സിനിമ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ സബ്ജക്റ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സിനിമയായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രോൾ ഇഷ്ടമാണോ, നിങ്ങൾ പഠിക്കുന്ന ആ സബ്ജക്റ്റിൽ ഇത്തിരി ടഫ് ആണെന്ന് വെച്ചാൽ ഏരിയ അതൊരു ട്രോൾ പോലെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അന്നപ്പോ നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും തങ്ങി നിൽക്കും അല്ലെ. അത് നിങ്ങൾ ഏത് സമയത്ത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. പക്ഷെ നമ്മളത് മനപ്പാഠം പഠിക്കുവാണെങ്കിൽ അത് കുറച്ച് സമയത്തെ നമ്മുടെ തലയിൽ അത് സ്റ്റോർ ആയിട്ട് നിൽക്കുള്ളൂ. അത് പിന്നെ തന്നെ അത് പോയി പോകും അല്ലെ. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചില വാക്കിന് ഫുൾ ഫോം ഒക്കെ പഠിക്കാണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്തെല്ലാം ആയിക്കോട്ടെ. അപ്പൊ നമ്മളത് പെട്ടെന്ന് നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മള് നോർമലി വലത് കൈ കൊണ്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ആ സംഭവം ഇടത് കൈ കൊണ്ട് ഒന്ന് എഴുതി നോക്കുക. എന്താ, ഇടത് കൈ കൊണ്ട് എഴുതി നോക്കുമ്പോൾ അത് നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോർ ആവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണല്ലോ അത് എഴുതുന്നത്, അന്നപ്പോ അത് നമ്മുടെ തലയിലേക്ക് വേഗം സ്റ്റോർ ആകും. അപ്പൊ എത്ര ടിപ്പായില്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ വേറെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ടൈം ടേബിൾ അല്ല. ടൈം ടേബിളിന്റെ അത് നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. റെസ്റ്റ് എടുക്കുന്ന സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഉറക്കത്തിന് എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ടൈം ആ ടൈം ടേബിൾ കാണണം അല്ലെ. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ടൈം ടേബിളും അതിലുണ്ടായിരിക്കണം. പഠിത്തത്തിന് മാത്രമാകുമ്പോൾ കുറച്ച് നമുക്ക് തന്നെ ബോറായിരിക്കും ടൈം ടേബിളിലേക്ക് നോക്കാൻ. ഓക്കെ, നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ടൈം ടേബിൾ ആക്കാം. റെസ്റ്റിനൊരു ടൈം, നമുക്ക് ഉറങ്ങാനുള്ള ടൈം, അതേപോലെ തന്നെ നമ്മുടെ എൻജോയ്മെന്റിന് എന്താണ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടൈം. പഠിത്തത്തിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കുമ്പോൾ ഏർലി മോർണിംഗ് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്താണ് വേഗം പഠിച്ച് തീർക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് എന്താണ് രാത്രി പഠിക്കുമ്പോ അല്ലെ ഉച്ചയ്ക്ക് പഠിക്കുമ്പോ ചെറിയൊരു പോർഷൻ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. പക്ഷെ എന്താണ് അത് നമുക്ക് കുറെ ടൈം എടുക്കും ആ ഒരു പോർഷൻ നമുക്ക് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചെയ്ത ആൾക്ക് അറിയാൻ പറ്റും, നമ്മൾ രാവിലെയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കുറെ പോർഷൻസ് എന്താണ് കവർ ചെയ്യാൻ പറ്റും അല്ലെ. ഈ ടിപ്സ് ഒക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. ഇനി അടുത്തൊരു എക്സാം, അത് ഏത് എക്സാം ആയിക്കോട്ടെ, ചെറുതോ വലുതോ ക്ലാസ് ടെസ്റ്റോ എന്താണെങ്കിലും നിങ്ങൾ ഈ ടിപ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് ഉറങ്ങുക. എക്സാമിന് കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒക്കെ പഠിച്ച് തീർക്കുക. അതേപോലെ തന്നെ കാണാതെ പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ഒരു സബ്ജക്റ്റിനോട് നമുക്കൊരു ഇഷ്ടം വേണം. അല്ലാതെ ഇപ്പൊ നമുക്ക് അക്കൗണ്ടൻസി ടഫ് ആണെന്ന് ഓർത്തോ, നമുക്ക് ടഫ് ആണെന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരുന്ന ആർക്കാണോ ഇഷ്ടം അല്ലെ. നമുക്ക് തന്നെയാണ്, നമുക്ക് ഭാവിയിൽ എന്താണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യം കൊണ്ട് നമുക്കത് ഉപകാരമാണ്. നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഒന്നും പഠിക്കുന്നത്,
നമുക്ക് ലൈഫ് ലോങ് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് എനിക്കിഷ്ടം സിനിമകളാണ്. ഞാൻ കൂടുതലായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സിനിമയായിട്ട് കണക്ട് ചെയ്യാനാണ് നോക്കാറുള്ളത്. അപ്പൊ നമുക്ക് ആ സീനൊക്കെ വരുമ്പോ ഈ ഒരു എന്താണ് നമ്മൾ പഠിക്കുന്നത് ആ ഒരു സംഭവം ചിലപ്പോ ഓർമ്മ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടോണ്ട് ചെയ്തോണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ ഭയങ്കര റിസ്ക് എടുത്ത് ഇപ്പൊ പഠിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 4 മണിക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അലാറൊക്കെ എങ്ങനെയൊക്കെയോ കിടന്ന് എഴഞ്ഞു വന്നൊക്കെ ഓഫാക്കി എനിക്കിരുന്ന് പഠിക്കുമ്പോ നമുക്ക് ഇഷ്ടമല്ലാതെയല്ല പഠിത്താണത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എല്ലാവരും ഇപ്പൊ 4 മണിക്ക് എണീറ്റിട്ടാണല്ലോ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എണീക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എണീക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആ സമയത്ത് പഠിക്കുക. പക്ഷെ രാവിലെ പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളും കൂടെ ഉണ്ട് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ എക്സാമും വരുമ്പോഴും ഈ ഒരു കാര്യം കൂടെ മൈൻഡിലേക്ക് ഇട്ട് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പോയി എഴുതാം. ഏതെങ്കിലും ഒരു എക്സാം അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലെ. എല്ലാ എക്സാമും നമുക്ക് എഴുതുമ്പോൾ പാസ് ആവണമെന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു എക്സാം എഴുതപ്പെട്ടത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ടിപ്പുകൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വേറെ ടിപ്പ് ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോണില് ഒരു അലാറം സെറ്റ് ചെയ്യുക. നമുക്ക് നോർമലി ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ പോകാതെ നമുക്ക് 20 മിനിറ്റ് ഒക്കെയാണ് നമുക്ക് പിടിച്ചിരുന്ന് പഠിക്കാൻ പറ്റുക അല്ലെ. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വേറെ എങ്ങോട്ടൊക്കെയോ പോകും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഫോണിൽ ഒരു 20 മിനിറ്റ് സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ എന്റെ മൈൻഡിൽ പറയാം, ഈ 20 മിനിറ്റ് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ഈ ഒരു ഏരിയ എനിക്കിപ്പൊ തീർക്കണം, വേറെ ഒന്നിലേക്ക് മൈൻഡ് പോകരുതെന്ന് മൈൻഡിൽ പറഞ്ഞ് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പോർഷൻ പഠിച്ചു നോക്കിയാൽ നിങ്ങളുടെ മൈൻഡ് വേറെ എങ്ങോട്ടും പോകില്ല. ആ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിലേക്ക് കയറുകയും ചെയ്യും. ട്രസ്റ്റ് മീ, ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. എന്ത് എക്സാം ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.